നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? ഭാര്യ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കുക, അതെന്നെ ഉദ്ദേശം. ഞാൻ ഒരു പ്രാവശ്യം ജഗനോട് പറഞ്ഞതാ. പറഞ്ഞത് എന്നെ വീണ്ടും വീണ്ടും പറയിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കേൾക്കാൻ എനിക്കും. അച്ഛനെ വിഷമിപ്പിക്കാതിരിക്കാനാ ഞാൻ നിങ്ങൾക്ക് ഭർത്താവിന്റെ പദവി നൽകി കൂടെ നടക്കുന്നത്. ഞാൻ അംഗീകരിക്കാത്ത കല്യാണത്തിന്റെ വിരുന്നിൽ പങ്കെടുക്കുന്നതേ ഞാൻ കാരണം ഈ വീട്ടിൽ ആരുടെയും സന്തോഷം നശിക്കാൻ പാടില്ല എന്ന് കരുതിയ. അതിനർത്ഥം ഞാൻ നിന്നെ അംഗീകരിച്ചു എന്നല്ല. എന്റെ കഴുത്തിൽ നീ കെട്ടിയ താലി ഇന്നും എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഒരിക്കൽ പൊട്ടിച്ചെറിയും ഞാൻ. ഒളിച്ചും ചതിച്ചും നീ കെട്ടിയ താലിക്ക് അത്രേ ആയുസുള്ളൂ. ഒളിച്ചു കെട്ടിയെന്ന് പറഞ്ഞ വന്ദനെ, ചതിച്ചു കെട്ടിയെന്ന് പറയരുത്. ചതിച്ചു കിട്ടുന്നവൻ ഞാനാണ് താലി കെട്ടിയത് എന്ന് പറയില്ല എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും നിനക്ക് വേണം. അവിടെ നിനക്ക് തെറ്റി. സാമാന്യ ബോധമില്ലാത്തത് എനിക്കല്ല, നിനക്കാ. ആണൊരുത്തിന് കയ്യിലെ കാശുണ്ടെങ്കിൽ മണ്ണും വാങ്ങാം, പൊന്നും വാങ്ങാം. പെണ്ണിന്റെ മനസ്സ് വാങ്ങാൻ പറ്റില്ല. ഇഷ്ടം തോന്നിയ പെണ്ണിനെ സ്വന്തമാക്കാൻ ആണൊരുത്തൻ ചില കുറുക്കുവഴികളൊക്കെ പ്രയോഗിച്ചെന്ന് വരും. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാ, അല്ലാതെ ആണത്തം കൈമോശം വന്നിട്ടൊന്നുമല്ല. വെറുപ്പാണ്, ഒരു തരത്തിലുള്ള അറപ്പ്. ഈ താലി കണ്ടില്ലേ? ഇത് വേണമെങ്കിൽ ഈ നിമിഷം പൊട്ടിച്ചെറിയും ഞാൻ. പ്ലീസ് അമ്മ 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 വരുന്നു. അമ്മ അമ്മ രണ്ടുപേരും വേഗം റെഡിയാവും. എല്ലാവരും ഇപ്പൊ വരും കേട്ടോ. ആവശ്യമില്ലാതെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട, മനസ്സിലായോ? അല്ല, അമ്മ വന്നതുകൊണ്ടല്ലേ? എന്ന് വെച്ച് അല്ല, പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ്, വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.